എംഎൽഎയുടെ കാറിന് വഴി നൽകാത്തതിന് ഭാര്യയെയും ഭർത്താവിനെയും മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ സംരക്ഷിച്ച് പോലീസ്. ഗർഭിണിയായ സ്ത്രീയെ ആക്രമിച്ചിട്ടും അറസ്റ്റിലായവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ചുമത്തിയതും ദുർബല വകുപ്പുകളാണ്. 2 ദിവസം മുമ്പാണ് അരുവിക്കര എംഎൽഎ ജി സ്റ്റീഫന്റെ കാറിന് വഴികൊടുത്തില്ലെന്നാരോപിച്ച് ഗർഭിണിയായ ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചത്. സംഭവം വാർത്തയായതിനു പിന്നാലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ അറസ്റ്റിലായ 4 പ്രതികൾക്കെതിരെയും ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന ദുർബല വകുപ്പുകൾ. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഗർഭിണിയായ സ്ത്രീയെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയുണ്ടായിട്ടും അത് എഫ്ഐആറിൽ പരാമർശിക്കാൻ പോലും കാട്ടാക്കട പോലീസ് തയ്യാറായിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പ്രതികൾക്ക് ലഭിച്ചത് രാജകീയ സ്വീകരണമെന്നായിരുന്നു പരാതിക്കാരായ കുടുംബം. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. അവര് ഇന്നലെ തന്നെ അവരെ കസ്റ്റഡിയിൽ എടുത്തതിന് അവര് വന്നു ഹാജരായെന്നാ പറയുന്നത്. 4 പേരെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിപ്പിച്ചത്. അപ്പോൾ 4 പേരെ കൊണ്ടുവന്നു. അവർ പറഞ്ഞു കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞു, കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരുന്നതിന് മുന്നേ തന്നെ അവർ ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. നമ്മുടെ മുഖത്ത് നോക്കി ഒരു പുച്ഛഭാവത്തോടെ ചിരിയോടെയാണ് ഈ 4 പേരും പുറത്തോട്ട് ഇറങ്ങിപ്പോയത്. കാരണം ഈ സ്റ്റേഷനകത്ത് ഈ പ്രതികൾ നിൽക്കുന്ന തന്നെ വീട്ടിൽ അവർ എങ്ങനെ നിൽക്കുന്നു അതുപോലെ കളിച്ച് ചിരിച്ച് കാര്യം പറഞ്ഞാണ് അവിടെ നിന്നത്. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ശേഷവും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഭീഷണി തുടർന്നു. അടിക്കിടയിൽ നമ്മൾ പിടിച്ചു മാറ്റാനല്ലേ നോക്കൂ. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല എനിക്കല്ല അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. ഒരു കുഞ്ഞേ ഉള്ളൂ ഞങ്ങൾക്ക്. പിന്നെ ഒരാൾ ഇപ്പോൾ ഞാൻ 8 മാസം ഗർഭിണിയുമാണ്. അപ്പോൾ ഞാൻ പിടിച്ചു മാറ്റുന്നത് ഞാൻ ഒന്നും ചെയ്യല്ലേ, ഞാൻ ഗർഭിണിയാണെന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോലും അവരൊരു മൈൻഡ് ചെയ്തില്ല. പോലീസ് നിലപാടിനെതിരെ കുടുംബം വനിതാ ശിശുക്ഷേമ വകുപ്പിനും പരാതി നൽകി. നീതി തേടി മനുഷ്യാവകാശ കമ്മീഷനെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും സമീപിക്കാനൊരുങ്ങുകയാണ് ബിനീഷും ഭാര്യ നീതു രാജും. ജനം, തിരുവനന്തപുരം.